ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നതെന്നുള്ളതാണ്. ഒരു അതർ പേഴ്സണോട് എങ്ങനെയാണ് ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളൊരു ഗൈഡൻസായി അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഓവറോൾ എനർജി നോക്കാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. പാർട്ട്ണർഷിപ്പ് ആൻഡ് അലയൻസസ്, കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ്, ട്രാപ്ഡ് ഇൻ ഫിയർ, വെയിറ്റിംഗ് ഗെയിം. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമുക്ക് എല്ലാ എനർജീസും വളരെ വിസിബിളായിട്ട് തന്നെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ റിലേഷൻഷിപ്പിനകത്ത് കറൻ്റ്ലി ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ അനുഭവിക്കുന്ന വ്യക്തികളുടെ ഒരു എനർജിയാണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതായത് ഇതിനകത്ത് എന്ത് ചെയ്യണം എന്ന് അറിയാതെയുള്ള ഒരു കുഴങ്ങലുണ്ടാവാം. ഇതിനകത്തിപ്പോൾ നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് ആയിട്ട് മാറി നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അതായത് വലിയൊരു തർക്കം, വഴക്ക്, കാര്യങ്ങൾക്കൊക്കെ ശേഷം ഈ ഒരു സിറ്റുവേഷനിൽ നിന്നിട്ടുള്ള ആൾക്കാരായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയായിരിക്കാം. അതായത് മൊത്തത്തിൽ ഇതിനകത്ത് ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. ആ ഒരു അവസ്ഥ ഇവിടെ നല്ലതുപോലെ നമുക്ക് കാണാനായിട്ട് കഴിയും. മാത്രമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒന്നായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പരസ്പരം സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ള 2 വ്യക്തികളായിരിക്കാം. അപ്പം അങ്ങനെയുള്ള വ്യക്തികൾക്കിടയിലാണ് ഈ പറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ, ചിലർക്കാണെന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് ഇഷ്യൂസ് വന്നിട്ടുണ്ടാവാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് നമുക്ക് വിശ്വാസമുള്ള അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ടായിട്ട് നിന്നിരുന്ന ഒരു വ്യക്തി നമ്മളിൽ നിന്ന് അകന്ന് മാറി നിൽക്കുമ്പോൾ ആർക്കാണെന്നുണ്ടെങ്കിൽ അത് വളരെയധികം ഹാർട്ട് ഏക്ക് കൊടുക്കുന്ന സംഗതികളാണ്. അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ഒരു മെൻ്റലി നമ്മൾ ഡൗൺ ആയി പോകുന്ന സിറ്റുവേഷനും കൂടിയാണ്. അപ്പോൾ ഇവിടെയും നമുക്കത് നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ചിലപ്പോൾ ഇങ്ങനെയുള്ളൊരു വിഷമാവസ്ഥയിലായതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് പുറത്ത് കിടക്കാം എന്ന് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനും കഴിയുന്നുണ്ടാവില്ല. ആകെ ഇതിനകത്ത് പെട്ടുപോയൊരവസ്ഥ. എന്നാൽ ഇനി ഇതിനകത്തൊരു മാറ്റം എന്താണ്, വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ചിലപ്പോൾ അറിയുന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ളൊരു എനർജി നമുക്കിവിടെ വളരെ സ്ട്രോങ് ആയിട്ട് കാണാം. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ അത്രയും ഹോണസ്റ്റ് ആയിട്ട് നിന്നിട്ടുള്ള ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു മാറ്റം വരും, അല്ലെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സായിട്ടൊരു മാറ്റം കൊണ്ടുവരും എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയും കൂടി ആയിരിക്കാം. അപ്പോൾ നമ്മളിപ്പോഴുള്ള ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ പല കാര്യങ്ങൾ കൊണ്ട് ഈ പറഞ്ഞതുപോലെ വഴക്കും അല്ലെങ്കിൽ മാറി നിൽക്കേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാവാം. പലരെ സംബന്ധിച്ച് പല കാര്യങ്ങളായിരിക്കാം. ചിലരെ സംബന്ധിച്ച് നിസ്സാരമായിട്ടുള്ള ഈഗോ ഇഷ്യൂസ് പോലും വലിയ വഴക്കായിട്ട് തീരുന്ന ബന്ധങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സ്ട്രോങ് തേർഡ് പാർട്ടി ആയിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ റിലേഷൻഷിപ്പിനകത്ത് വിള്ളൽ വീഴ്ത്താം. പിന്നെ ഈ പറഞ്ഞതുപോലെ ട്രസ്റ്റ് ഇഷ്യൂസ്, അങ്ങനെയുള്ള എന്ത് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിലും ആവാം. കാരണം നമ്മളിവിടെ പാസ്റ്റിലേക്കുള്ള കാര്യങ്ങൾ എടുക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇവിടെ അറിയാനും സാധിക്കില്ല. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിലവിൽ ഈ പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് മാനസികമായിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് സിങ്ക് ആവാനായിട്ട് 2 പേർക്കും കഴിയാത്ത ഒരവസ്ഥ തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു അവസ്ഥയ്ക്കൊരു മാറ്റം ഉണ്ടാവും. നമ്മൾ ഈ ഒരു സമയം കടന്നു പോകും എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ആ ഒരു പ്രതീക്ഷയിലായിരിക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു എനർജി നമുക്കിവിടെ കാണാം. ഇനി നമുക്ക് നോക്കാം ഈ ഒരു പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ തമ്മിൽ അത്ര സ്വരച്ചേർച്ചയിലല്ലെന്നുള്ളത് നമുക്ക് കാണാം. ഇനി മറ്റേതെങ്കിലും ഒരു വ്യക്തിയോട്, ഒരു അതർ പേഴ്സണോട് ഈ ഒരു പേഴ്സൺ സംസാരിക്കുമ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്തിയാണോ, സത്യസന്ധമായിട്ടാണോ, എങ്ങനെയാണ് അവർ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ പറയുന്നത് എന്നുള്ളത് നമുക്കറിയാം. Eight of Cups, Page of Wands,
Empress, Three of Swords, Four of Swords, Queen of Cups, Knight of Cups, Three of Pentacles, Queen of Wands, Ace of Cups, Nine of Pentacles, Five of Wands, High Priestess, Eight of Swords, King of Cups, Five of Swords, and one more energy, Hermit. അപ്പോൾ നമ്മളിനി സ്പ്രെഡിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് കാണാം നല്ല രീതിയിലുള്ള ഒരു അകൽച്ച നിങ്ങൾ തമ്മിൽ വന്നിട്ടുണ്ട്. അകൽച്ച മീൻസ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനകത്ത് അകൽച്ച വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലായിരിക്കാം കുറച്ച് നാളുകളായിട്ട്. അങ്ങനെയുള്ളവർക്കായിരിക്കും ഇത് കൂടുതൽ റെസനേറ്റ് ആവുന്നത്. നമ്മൾ നേരത്തെ ഓവറോൾ എനർജി ഒക്കെ എടുത്തപ്പോൾ കണ്ടതാണ് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് പ്രശ്നങ്ങൾ, കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്തൊരു മാറ്റം വരുമായിരിക്കും എന്നുള്ള ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നൊരവസ്ഥയാണ്, സ്റ്റക്കായിട്ടിരിക്കുന്നൊരവസ്ഥയാണ് എന്നൊക്കെ ഉള്ളത്. അത് നമുക്കിവിടെ നല്ലതുപോലെ ഈ ഓരോ പേഴ്സൻ്റെ ആ ഒരു എനർജിയിൽ നമുക്കത് വിസിബിളായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. നേരത്തെ വന്നിട്ടുള്ള നമ്മളെടുത്ത 4 കാർഡ്സിൽ 2 കാർഡ്സിൻ്റെ എനർജിയും നമുക്കിതിനകത്ത് അതേപടി തന്നെ കയറി വന്നിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ആ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ്. ആ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടിയുടെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് തന്നെയാണ് ഈ ഒരു സെപ്പറേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ ഒരു കാരണം എന്താണ്, അല്ലെങ്കിൽ പല കാര്യങ്ങളും ആവാം എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ തീർച്ചയായിട്ടും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇത്രയും ഒരു അകൽച്ച, അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ ഫേസ് വരെ എത്തി നിൽക്കാനുള്ള ഒരു കാരണം അത് തന്നെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണായിട്ട് തന്നെ മാറി നിൽക്കുന്ന അവസ്ഥയായിരിക്കാം. ഈ ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു ഗ്യാപ്പ് സൃഷ്ടിച്ചിട്ടുള്ളത്. കാര്യം നിങ്ങൾ രണ്ടുപേരും വഴക്കിട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ രണ്ടുപേർക്കും ഇതിനകത്ത് പങ്കുണ്ടാവാം. പക്ഷേ എങ്കിലും ഇതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളൊരു തീരുമാനം ഈ ഒരു പേഴ്സൻ്റെ തന്നെ ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് ഇപ്പോഴത്തെ ഈ ഒരു സ്റ്റേജ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു അകൽച്ച ഇത് മാറ്റിമറിക്കണം എന്ന് നല്ല രീതിയിലുള്ള ഒരു ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ട്രാൻസിഷൻ ഈ ഒരു പേഴ്സൺ വളരെ കാര്യമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തൊരു ഡെവലപ്മെൻറ്റ് വേണം എന്നുള്ള ഒരു ആഗ്രഹം ഈ ഒരു പേഴ്സൺ ഉണ്ട്. പക്ഷേ ഇവർക്ക് അതിനുള്ള ധൈര്യം ഇല്ല എന്ന് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി ഉണ്ടെന്നുള്ളത്. ഈ ഒരു പേഴ്സൺ കുറച്ച് ഒരു ആങ്സൈറ്റി, ഫിയർ ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു ഫിയർ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കൺഫ്യൂഷൻ, ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആങ്സൈറ്റി, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മളെ ഒന്ന് പിന്നിലേക്ക് വലിക്കുന്നൊരവസ്ഥ വരും. അതായത് ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു പേടി, അല്ലാന്നുണ്ടെങ്കിൽ അത് എടുത്താൽ ശരിയാവോ, കൂടുതൽ കുഴപ്പത്തിലേക്കാവോ എന്നൊക്കെയുള്ളൊരു പ്രശ്നം അതിവിടെ ഈ ഒരു വ്യക്തിക്ക് നല്ലതുപോലെ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ മറ്റൊരാളോട് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് പറയുകയാണ്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളെ അങ്ങനെ കുറ്റപ്പെടുത്തുന്ന ഭയങ്കര തരത്തിലുള്ള എനർജീസ് ഒന്നും വന്നിട്ടില്ല. ആ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളത് അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളത് നമുക്ക് കാണാം. തീർച്ചയായിട്ടും അവരുടെ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാനോ, അല്ലാന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ടൊരു ആക്ഷൻ എടുക്കാനോ ഉള്ള ഒരു ബുദ്ധിമുട്ട് അത് നമുക്കിവിടെ നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ഒരു തേർഡ് പാർട്ടി എനർജി ഉള്ളത് കൊണ്ടാണ് നിങ്ങളിലേക്ക് ഈ ഒരു പേഴ്സണ് എത്താൻ പറ്റാത്തത് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ കഴിയുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ അതാണ് അവർ മറ്റൊരു വ്യക്തിയോട് പറയുമ്പോൾ ചിലപ്പോൾ അവരുടെ ഒരു ആത്മസുഹൃത്തിനോടായിരിക്കാം, ആരോടെങ്കിലും ആവാം. നമ്മളൊരു ഒരു അതർ പേഴ്സൺ എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ ആരോടാണെന്നുണ്ടെങ്കിലും അവരത് ഷെയർ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു വിലങ്ങുതടി നിങ്ങൾക്കിടയിൽ നിൽക്കുന്നത് കൊണ്ടാണ് ആ ഒരു വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തത് എന്നുള്ളൊരു രീതിയിലാണ് അവരിത് പറയുന്നത്. നേരത്തെ നമുക്ക് വന്നിട്ടുള്ള ആ 2 എനർജീസും, അതായത് ആ ഒരു ട്രാപ്ഡ് എനർജി ആയിക്കോട്ടെ, അതുപോലെ കോൺഫ്ലിക്റ്റ് എനർജിയൊക്കെ നമുക്ക് ഇവിടെയും അതുപോലെ തന്നെ സെയിം ആയിട്ട് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതൊരു ഡബിൾ കൺഫർമേഷൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അതായത് ഇവർക്ക് ഒരു സ്റ്റക്നെസ് ഉണ്ട് നിങ്ങളുടെ പേഴ്സണ് എന്നുള്ളൊരു കാര്യം നമുക്കിവിടെ നല്ലതുപോലെ കാണാം. ഇവിടെ നിങ്ങളോടുള്ള ഒരു അകൽച്ച, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു ഫൈറ്റ് ഉണ്ടായി, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഈ ഒരു തേർഡ് പാർട്ടിയോടുള്ളൊരു ഭയം, അല്ലെങ്കിൽ കൂടുതലായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഈ ഒരു പേഴ്സൺ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ
തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു ഫൈറ്റിങ്ങോ കാര്യങ്ങളോ ചിലപ്പോൾ ഈ ഒരു പേഴ്സണ് നേരിടേണ്ടതായിട്ട് വന്നേക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ട്രോങ് ഫെമിനിൻ എനർജിയാണ് നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നത്. അല്ലെങ്കിൽ ആ ഒരു എനർജിയോടാണ് നിങ്ങളുടെ പേഴ്സണൊരു ഭയം. അല്ലാന്നുണ്ടെങ്കിൽ അത് കാരണമാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് കൂടുതൽ ആക്റ്റീവ് ആകാതെ മാറി നിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ ഫേസിൻ്റെ കാരണം പോലും അതായിട്ട് തന്നെ നമുക്കിവിടെ നല്ലതുപോലെ കാണാം. അതുകൊണ്ടാണ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റെസ്റ്റിംഗ് എനർജി ഹാർട്ട് ബ്രേക്കിന് ശേഷം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവരും മാനസികമായിട്ട് വിഷമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്കും നല്ല രീതിയിലുള്ള ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതവർ എക്സ്പ്രസ് ചെയ്യണമെന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു പെയിനൊക്കെ മനസ്സിൽ വെച്ച് അവർ ഗോയിങ് വിത്ത് ദ ഫ്ലോ എനർജിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ആ ഒരു പെയറിംഗ് പോലും കാണാനായിട്ട് കഴിയുന്നുണ്ട്. കിങ് ഓഫ് കപ്സ് ആൻഡ് ക്യൂൻ ഓഫ് കപ്സ് എനർജീസ് ആണ്. അപ്പോൾ അത്രമേൽ ഒരു സ്നേഹത്തിൽ അല്ലെങ്കിൽ അത്രമേൽ ഒരു കമ്മിറ്റ്മെൻറ്റിൽ പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടേതെന്ന് പറയുന്നത്. ആ ഒരു മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയുള്ള വ്യക്തികളായിരിക്കാം. ചിലരെ സംബന്ധിച്ച് ഹസ്ബൻഡ് ഓർ വൈഫ് ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്നാൽ ചിലവരെ സംബന്ധിച്ച് അത്രയും ആ ഒരു ഡീപ്പ് കണക്ഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി പോലെ നമ്മൾ കണ്ടിട്ടുള്ള നമ്മുടെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോഴാണെന്നുണ്ടെങ്കിലും കാണുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം കൂടുതലായിട്ടും ഇവിടെ കയറി നിൽക്കുന്നത് തന്നെ ആ ഒരു കപ്സിൻ്റെ എനർജിയാണ്, ഇമോഷൻസ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ഡീപ്പ് ഫീലിങ്സ് ആണ്. ഇപ്പോൾ സെപ്പറേഷൻ ഫേസിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു ഗോയിങ് വിത്ത് ദ ഫ്ലോ എനർജിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ ഇമോഷണലി ഒരുപാട് അപ്സെറ്റ് ആണ് എന്നുള്ളത് നമുക്ക് നല്ലതുപോലെ കാണാം. നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം ഇവിടെ നമുക്ക് ആ ഒരു ഈസ് ഓഫ് കപ്സ് എനർജിയാണ്. അത് അത്രത്തോളം ഈ ഒരു വ്യക്തിക്കുണ്ട്. നിങ്ങൾ തമ്മിൽ വഴക്കിട്ടിട്ടുണ്ടാവാം, അടി വെച്ചിട്ടുണ്ടാവാം, എന്ത് വേണമെന്നുണ്ടെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവാം. ഇപ്പോഴത്തെ ഈ ഒരു മാറി നിൽക്കുന്ന അവസ്ഥ വരെ എത്തിയിട്ടുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹത്തിന് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. നിങ്ങളെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പറയുമ്പോഴാണെന്നുണ്ടെങ്കിലും നിങ്ങൾ നല്ലൊരു പേഴ്സണാണ്. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള അവരുടെ ലൈഫിൽ കൂടെ ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് ആ ഒരു വ്യക്തി മറ്റാരോടെങ്കിലും നിങ്ങളെക്കുറിച്ച് പറയുന്നത് തന്നെ. റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ അടുത്ത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നിരിക്കാം. അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി ഒരുപാട് വിട്ടുവീഴ്ചകളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു പേഴ്സണും കൂടി ആയിരിക്കാം. പക്ഷേ ഇവരുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ള ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആൻഡ് ബോൾഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അത്രയും ഒരു കംഫർട്ട് ലെവൽ ഈ ഒരു പേഴ്സണ് കൊടുക്കാത്തൊരു വ്യക്തി തന്നെയാണ്. എങ്കിലും നമ്മളിവിടെ പറഞ്ഞതുപോലെ ആ ഒരു സ്റ്റക്നെസ് അല്ലെങ്കിൽ ആ ഒരു ഫിയർ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു പേഴ്സണ് ആ ഒരു എനർജിയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കേണ്ടതായിട്ട് വരുന്നത്. അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സ്ട്രോങ് ഫെമിനിൻ എനർജിയുടെ ഒരു തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു എനർജിയോടാണ് നിങ്ങളുടെ പേഴ്സൺ ഒരു ഫിയറും കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ അത് മാത്രമായിരിക്കണം എന്നില്ല, ആ ഒരു വ്യക്തി മാത്രമായിരിക്കണം എന്നില്ല. ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തികൾ ചിലപ്പോൾ തേർഡ് പാർട്ടി ആയിട്ട് കയറി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അത് ചിലവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന മറ്റു വ്യക്തികളായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളും കൂടി ലൈഫിൽ ഉണ്ടാകുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ആ ഒരു തേർഡ് പാർട്ടിയുടെ ഭാഗത്തുള്ള ഒരു ബലം കൂടുന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ആങ്സൈറ്റി, ടെൻഷൻ, ഫിയർ ഒക്കെ ഉള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അതിനൊന്നും കൂടി അവർക്ക് ആ ഒരു ആങ്സൈറ്റി ഒക്കെ കൂടാനായിട്ടേ ഈ പറഞ്ഞ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുള്ളൂ. അത് നിങ്ങളെ സംബന്ധിച്ച് വരുമ്പോഴത്തേക്കും അതൊരു ദോഷമായിട്ട് മാറും എന്നുള്ളതും പറയാം. അതായത് ഇപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന വേറെ വ്യക്തികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലും നിങ്ങളുടെ വ്യക്തി അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ടുള്ള ഒരു സപ്പോർട്ട് അവർ കൊടുക്കില്ല. ഇപ്പോൾ ഫാമിലിയൊക്കെ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നിൽ കൂടുതൽ വ്യക്തികളുടെ എനർജി നമുക്ക് നല്ലതുപോലെ കാണാനായിട്ട് കഴിയും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൻ്റെ മനസ്സിലുള്ള ആഗ്രഹം നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയ്ക്കൊരു വലിയൊരു മാറ്റം ഇത് നമ്മൾ തകിടം മറിക്കുക എന്നൊക്കെ പറയില്ല എന്ന് പറഞ്ഞതുപോലെ നടത്തണം എന്നുള്ളതാണ്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടാണ് അവർക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കാത്തത്. ഇപ്പം നിങ്ങളുമായിട്ടൊന്ന് വഴക്കിട്ട് നിൽക്കുന്നൊരവസ്ഥയാണ്, നിങ്ങൾ തമ്മിലൊരു ആർഗ്യുമെൻ്റ് ഉണ്ടായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു സെപ്പറേഷൻ ഫേസിൽ എത്തിയതെങ്കിൽ പോലും അവർക്ക് നിങ്ങളോടൊരു ദേഷ്യമോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തിയോ അല്ല ഈ ഒരു പേഴ്സൺ സംസാരിക്കുന്നതെന്നുള്ളത് നമുക്ക് നല്ലതുപോലെ കാണാം. ചിലപ്പോൾ ആ ഒരു സമയത്ത് അങ്ങനെ കുറ്റപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അവരുടെ ഒരു നിവർത്തികേട് കൊണ്ടായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളും തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു ഫൈറ്റ്, തേർഡ് പാർട്ടിക്ക് നിങ്ങളെക്കുറിച്ച് നല്ലതുപോലെ അറിയാം അല്ലെങ്കിൽ രണ്ട് പേർക്കും തമ്മിൽ പരസ്പരമായിട്ട് പരിചയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു ഫൈറ്റിനകത്ത് ഈ ഒരു പേഴ്സൺ പെട്ടുപോയതാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് തന്നെ തേർഡ് പാർട്ടിയുടെ ഒരു കറക്റ്റായിട്ടുള്ള ഇൻറ്റൻഷൻ എന്താണ്? അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തും ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാവും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ചിലപ്പോൾ ഈ ഒരു വ്യക്തിക്ക് തന്നെ ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ തേർഡ് പാർട്ടിയൊക്കെ വളരെയധികം മാനിപ്പുലേറ്റീവ് ആയിട്ട് നിൽക്കുന്ന പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഭയങ്കരമായിട്ടുള്ളൊരു കൺഫ്യൂഷൻ സൃഷ്ടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പരസ്പരം കുറ്റം പറഞ്ഞു കൊടുക്കുക.
അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ ബ്രെയിൻ വാഷ് ചെയ്യുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും ചിലപ്പോൾ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് തന്നെ പല കാര്യങ്ങളെക്കുറിച്ചും ഒരു നല്ലതുപോലെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരു സിറ്റുവേഷനും കൂടിയാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവരുടെ ഒരു മനോധൈര്യക്കുറവ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റക്നെസ്സിനകത്താണ് ഞാൻ നിൽക്കുന്നതെന്നുള്ള ആ ഒരു ഫീലിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറച്ചും കൂടി എന്താ പറയുന്നത് ലാഗാക്കി കൊണ്ടുപോകുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ മറ്റൊരാളോട് ഇത് പറയുന്ന ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളതെങ്കിൽ പോലും ഇവിടെ ഇവരുടെ ഒരു എന്താ പറയുന്നത് ഒരു കറേജ് ഇല്ലായ്മ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രെങ്ത് ഇല്ലായ്മ നമുക്കിവിടെ നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ചില വ്യക്തികളുടെ ഒരു ക്യാരക്ടർ അങ്ങനെയായിരിക്കും. അവർക്ക് മനോബലം കുറവായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ചിലർക്ക് സംസാരത്തിൽ ഭയങ്കര മനോബലം ഉള്ള ആൾക്കാരുണ്ട്. ഞാൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്താനേ, ഇത് ചെയ്താനേ എന്നൊക്കെ പറയും. പക്ഷെ കാര്യത്തോട് അടുക്കുമ്പോഴത്തേക്കും ഒരു പേടിയൊക്കെ വന്ന് പതിയെ പുറകിലേക്ക് പോകുന്ന ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് കഴിയാറുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ നോക്കിക്കാണുന്നത്. നിങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ഫേസിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയുടെ അത്രയും ചിലപ്പോൾ തകർന്നു പോയിട്ടുണ്ടാവില്ല എന്നാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അവർക്ക് ഒരുപാട് ഒരു ഹാർട്ട് പെയിൻ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. പക്ഷേ നിങ്ങൾ ചിലപ്പോൾ അത്രയും തളർന്നു പോകാതെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാനായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് സാധിച്ചേക്കും. അല്ലെങ്കിൽ നിങ്ങൾ അത്രയും കറേജ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് തന്നെ ഈ ഒരു ഇവർ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഗോയിങ് വിത്ത് ദ ഫ്ലോ എനർജിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഒരു ഇമോഷൻസ് നിങ്ങളോടുള്ള ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ അവർ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ തന്നെയാണ്. ഇപ്പോൾ നമുക്കിവിടെ ലാസ്റ്റായിട്ട് വന്നിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഹെർമിറ്റ് എനർജിയാണ്. ദാറ്റ് മീൻസ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് അല്ലെങ്കിൽ തേർഡ് പാർട്ടിയോടൊപ്പം ആണെന്നുണ്ടെങ്കിലും അവിടെ ഒട്ടും എൻജോയ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയോ കാര്യങ്ങളൊന്നും അല്ല. അവർ സ്വയമേ അവരിലേക്ക് തന്നെ ഉൾവലിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എന്ത് ചെയ്യണം എന്നുള്ള ഒരു ക്ലാരിറ്റി ഇല്ലായ്മയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ദീർഘവീക്ഷണം ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചിലർക്കെങ്കിലും നിങ്ങളുടെ വ്യക്തികൾ ശനിയുടെ ഏതെങ്കിലുമൊക്കെ ഒരു ട്രീറ്റിലൂടെ കടന്നു പോകുന്ന ഒരു സമയമായിരിക്കാം. ഏഴര ശനിയോ കണ്ടകശനി അഷ്ടമശനിയോ അല്ലെങ്കിൽ ചിലപ്പോൾ ശനി മഹാദശയിൽ തന്നെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും അവസ്ഥയൊക്കെ ആയിരിക്കാം. കാരണം ഇവർക്ക് ആ ഒരു മെൻ്റലി ഉള്ള ആ ഒരു ആങ്സൈറ്റി ഫിയർ ക്ലാരിറ്റി ഇല്ലായ്മയൊക്കെ നമുക്ക് നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ് എനർജി തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് കയറി വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് ആ ഒരു സാറ്റേൺ ഇൻഫ്ലുവൻസ് ഉള്ള എനർജീസും കൂടിയാണ്. ഇപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു സോളിറ്റ്യൂഡ് മൂഡിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം ഒറ്റപ്പെടൽ ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നുണ്ട്. അവരോടൊപ്പം ആരുണ്ടെന്നുണ്ടെങ്കിലും എങ്ങനെയാണെന്നുണ്ടെങ്കിലും മാനസികമായിട്ട് ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ചില കാര്യങ്ങൾക്ക് നമ്മൾ പറഞ്ഞതുപോലെ അവർക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല. ആക്ഷനോ കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ഒരു ഭയമുണ്ട്. അതുകൊണ്ട് അവരിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ ഒരു സമയം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നിങ്ങളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നമ്മളിവിടെ നോക്കുമ്പോൾ ആ ഒരു പെയിൻ കാര്യങ്ങളും ഇവരും അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അവർക്കത് എക്സ്പ്രസ് ചെയ്യാൻ പോലും സാധിക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലൂടെയാണ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെയാണ് അവർ മറ്റൊരു വ്യക്തിയോട് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ ഒരു ഒറ്റപ്പെടൽ നല്ലതുപോലെ ഇവർ അനുഭവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് ഇവരൊന്ന് മാറിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇവർക്ക് സ്ട്രോങ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ കഴിയൂ എന്നുള്ളതാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു ഡയറക്റ്റ്ലി ഉള്ള ഒരു എനർജി അല്ല അവർ നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് മറ്റൊരാളോടെങ്കിലും ഷെയർ ചെയ്യുന്ന എനർജിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ആക്ഷൻ എടുക്കാൻ കഴിയാത്തത് ഇന്ന ഇന്ന കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് എന്ന് നമുക്കിവിടെ കാണാം. ചില സമയത്ത് നമുക്കിവിടെ ഒരു വിക്ടിം എനർജി എന്നുള്ള രീതിയിലും കാണാം. പക്ഷേ ആ ഒരു വിക്ടിം എനർജി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നിങ്ങളുടെ അടുത്ത ഒരു വിക്ടിമായി എന്നുള്ള രീതിയിൽ നമുക്കിവിടെ തേർഡ് പാർട്ടി ഉള്ളതുകൊണ്ട് തന്നെ പറയാൻ സാധിക്കില്ല. നമ്മൾ പറയില്ലേ ഞാൻ ചെകുത്താനും കടലിൻ്റെ നടുക്ക് പെട്ടുപോയി എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. ഞാൻ ഇവിടെ അത്രയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ആഗ്രഹത്തിനൊത്ത് മുന്നോട്ട് പോകാനും എനിക്ക് കഴിയുന്നില്ല. പെട്ടുപോയിരിക്കുന്ന ഒരവസ്ഥയാണ് എന്ന് പറയുന്ന ഒരു രീതിയിലാണ് നമുക്ക് ആ ഒരു വിക്ടിം എനർജി കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇത് എത്ര പേർക്ക് റെസൊനേറ്റ് ആവുമെന്നുള്ളത് അറിയില്ല. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും കറൻറ്റ്ലി ആ ഒരു സെപ്പറേഷൻ ഫേസിലിരിക്കുന്ന വ്യക്തികളുടെ എനർജി തന്നെയാണ്. നമ്മൾ ആദ്യമേ കണ്ടതുപോലെ തന്നെ ഇതിനകത്തൊരു മാറ്റം വരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു ഏഹ്, അവസ്ഥയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഇനിയെങ്കിലും ഒരു മാറ്റം വരും എന്നുള്ള രീതിയിൽ പോകുന്നവരുടെ ഒരു എനർജിയും കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഇതുപോലെ നിങ്ങളിൽ നിന്ന് ഇവരായിട്ട് തന്നെ മാറി നിൽക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് റെസൊനേറ്റ് ആവാനാണ് ഈ കാര്യങ്ങൾ വീണ്ടും എടുത്തെടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് മാത്രം നിങ്ങളിലേക്ക് വരാൻ പറ്റാതെ അല്ലെങ്കിൽ അതിനകത്ത് തന്നെ ഒരു സ്റ്റക്കായി പോയിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയും കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുമായിട്ട് ഒരു സ്ട്രോങ് റീകൺസിലിയേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഒന്നും കൂടി സ്ട്രോങ് ആവാനായിട്ട് ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക. നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.